ദൈവം എങ്ങനെയാണ് നമ്മെ ഉണർത്തുന്നത്? ഏതൊക്കെ നിലയിലാണ് ഉണർത്തുന്നത്? അതിലൊന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം തന്നെ നിങ്ങളെ ഉണർത്തും. മനുഷ്യരല്ല, ദൈവം തന്നെ. നിയോഗമുള്ളവനെ, ദൈവ പദ്ധതിയുള്ളവനെ, ദൈവത്തിന്റെ പ്ലാനുകൾ ഉള്ളവനെ ദൈവം തന്നെ ഉണർത്തും. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവർത്തിക്കേണ്ടതിന് പാർസി രാജാവായ കോരശിനെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടത്തും ഒരു വിളംബരം പ്രസിദ്ധമാക്കി. കോരശ് ഉണർന്നു എന്നല്ല, നമുക്ക് ചില എഫോർട്ടുകൾ ചെയ്യാം, ചില കഠിനാധ്വാനങ്ങൾ ചെയ്യാം, എന്നാൽ വേണ്ട വിധത്തിൽ അതിനെ പ്രയോജനത്തിലേക്ക് എത്താൻ സാധ്യമോ എന്ന് നമുക്ക് കഴിയില്ല. പക്ഷെ ഇന്ന് ഞാൻ ആത്മാവി പറയാം, ദൈവം നിന്നെ തട്ടി ഉണർത്തിയാൽ, പ്രൈസ് ഗോഡ്, നിന്നെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് അതുപോലെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. ദൈവം ചിലരെ ഉണർത്താൻ പോകുകയാണ്. ദൈവമാണത് ചെയ്യുന്നത്, മനുഷ്യനല്ല. ദൈവം തന്നെ അവനെ ഉണർത്തി. ഹല്ലേലൂയ. ചിലരെ അങ്ങനെ ചെയ്യും. ദൈവം തന്നെ റിസ്ക് എടുത്ത് ചിലരെ ഉണർത്തും.